ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ ഡിന്നർ ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. കൽമാസിന്റെ റെസിപ്പി ആട്ടാ ചെയ്യുന്നത്. ചെമ്മീൻ വെച്ചിട്ടുള്ള കൽമാസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലേറ്റിൽ കൊഞ്ചൻ എടുത്തിട്ടുണ്ട്. കൊഞ്ചൻ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാട്ടോ എടുത്തത്. നല്ല വലുപ്പമുള്ളതായതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ചെറിയൊരു മസാല തേച്ച് വെക്കാം. ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെന്ന് തോന്നിയെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ മിക്സ് ചെയ്ത് കൊടുത്തിന്. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ കൊഞ്ചനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വല്ലാണ്ട് അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. ചെറുതായിട്ട് രണ്ട് സൈഡിലും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചൻ്റെ ആ ഒരു ടേസ്റ്റിങ് പോയി പോകും. വല്ലാണ്ട് പൊട്ടുന്ന രീതിയിൽ അങ്ങനെ ആക്കി എടുക്കണ്ട. അപ്പോൾ ഇതാ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് അതവിടെ മാറ്റി വെക്കാം. ആ സെയിം പാനിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള 3 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്തിന്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, നമ്മൾ കൊഞ്ചന് ഫ്രൈ ആക്കി എടുത്ത ആ ഒരു സെയിം ഓയിലിട്ടിട്ടാ ഉള്ളി ഇപ്പം ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഉപ്പൊന്ന് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി അങ്ങനെ ഫൈനായിട്ട് വാട്ടിയെടുക്കൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കൊഞ്ചൻ ചേർത്ത് കൊടുക്കാം. കൊഞ്ചന് ഞാനിപ്പോൾ ഫ്രൈ ആക്കി എടുത്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിന്. വലിയ കൊഞ്ചനാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിന്. നിങ്ങൾ എടുക്കുന്നത് ചെറിയ കൊഞ്ചനാണെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല. വലുതാണെങ്കിൽ ഈ ഒരു രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ മസാല റെഡി ആയിന്. ഇനി ഇതാ ഞാനൊരു ബൗൾ എടുത്തിന്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാട്ടാ ചെയ്യുന്നത്. അരി പുതിർത്തിയിട്ട് അരച്ചിട്ടും അങ്ങനെയും ചെയ്യാം. അതിന്റെ റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഞാൻ പത്തിരിപ്പൊടിയാട്ടോ എടുത്തത്. നമ്മൾ റോട്ടിൻ്റെ ആ ഒരു പൊടിയില്ല, അത് 2 കപ്പ് ചേർത്ത് കൊടുത്തിന്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങൻ്റെ ഒരു ചെറിയൊരു അരവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിന്. അതിൽ ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിന്. തേങ്ങൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഉള്ളിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലുപ്പമുള്ള ഉള്ളിൻ്റെ 1/4 ഭാഗം, ചെറുതാണെങ്കിൽ പകുതി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫെനൽ സീഡ്. പിന്നെ ഇതിലേക്ക് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. അരച്ചിട്ടെടുക്കുന്നതിന് അങ്ങനെ വല്ലാണ്ട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, അതുപോലെ തീരെ അങ്ങ് അരയാണ്ടായി പോകാനും പാടില്ല. ഇത് ഈ ഒരു രീതിയിൽ അങ്ങനെ അരച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക്
നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു അരിപ്പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. വെള്ളം നോക്കി നോക്കി അങ്ങനെ ഒഴിക്കാം. വെള്ളം വല്ലാണ്ട് അങ്ങ് കൂടിപ്പോണ്ട. ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചിട്ടെടുത്തിന്. ഇത് ഈ ഒരു രീതിയിൽ കിട്ടണം. കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുന്നവരെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മൾ ആവശ്യം ഒന്ന് റെഡിയാക്കി വെച്ചിന്. അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിന്. ഇനി അതിലേക്ക് തട്ട് ഇറക്കി വെച്ചു കൊടുക്കുക. തട്ടിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിന്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ബോളാക്കി കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കൊഞ്ചിൻ്റെ ആ ഒരു മസാല ഇതിലേക്ക് വെച്ചു കൊടുക്കാം. മസാല എത്ര വെക്കണം എന്നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് മസാല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടി എടുക്കാൻ കഴിയണം. അപ്പോൾ ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് മസാല അങ്ങനെ വെച്ചു കൊടുക്കാം. മസാല വെച്ച ശേഷം ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ഉരുട്ടിയെടുക്കുന്നതിന് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിന്. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളെ ഉന്നക്കായൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാവില്ല, ആ ഒരു രീതിയിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ തട്ടിലേക്ക് വെച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ബാക്കിയെല്ലാം ഞാൻ ഉരുട്ടിയെടുക്കട്ടെ. ഇത് വളരെ ചെറുതായിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാട്ടാ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് എല്ലാം ഉരുട്ടിയെടുത്തിന്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. 25 മിനിറ്റ് എടുത്തിന് കേട്ടോ എനിക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെന്ത ശേഷം ഇതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ചൂടാറിയ ശേഷം ഈ ആവി തട്ടുന്ന് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിന്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുക്കാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടി ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ, നമ്മൾ മസാല ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിന്. അതുപോലെ ഇതിൻ്റെ അരിപ്പൊടി വെച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിന്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതങ്ങനെ വല്ലാണ്ട് എരിവിൽ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൂട്ടിയിട്ട് മുളക് പൊടി കൂടുതൽ ഇട്ടിട്ട് അങ്ങനെ എരിവിലും അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ലൂസിലാട്ടാ ചെയ്തിട്ടെടുക്കാൻ. ഇത് കുറച്ച് ലൂസിൽ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെയാ പൊതുവെ ചെയ്യാം. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയിൽ മുളക് പൊടി കുറച്ച് കൂട്ടിയിട്ടിട്ട് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി എടുത്ത ആ കൽമാസ് ഈ ഒരു മുളകിൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പാനിലിട്ട് കൊടുക്കാം. ഇതങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഡീപ്പായിട്ട് ഫ്രൈ ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഞാൻ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.